السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة ومن زهزح عن النار فأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا، وأنزلا سكينة علينا وثبت الأقدام إلا كينا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും കൃത്യമായ സമയത്തതിനെ സംഹരിക്കുകയും ചെയ്യുന്ന സർവാധിനാഥനായ അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ മരണവും മരണാനന്തര ജീവിതവും അഥവാ ഇസ്ലാമിന്റെ ഏറ്റവും സുപ്രധാനമായ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് ഗൗരവകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സംഗമിച്ചിട്ടുള്ളത്. എന്താണ് മരണം? എന്താണ് മരണാനന്തര ജീവിതം? അത് പഠിക്കുന്നതിന് മുമ്പ് ആരാണ് മനുഷ്യൻ? ആ മനുഷ്യന്റെ പ്രത്യേകതകൾ എന്താണ്? ഇതര ജീവജാലങ്ങളിൽ നിന്നും അവനെ വേർതിരിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്താണ്? അവന്റെ അസ്തിത്വത്തെ നിർണയിക്കുന്നതും ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവനെ വേർതിരിക്കുന്നതും അവന് ദൈവം തമ്പുരാൻ കനിഞ്ഞരുളിയിട്ടുള്ള
ബുദ്ധിശക്തിയാണ് എന്ന് നമുക്കറിയാം. എന്തിനാണ് അള്ളാഹു ഇതര ജീവജാലങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ലാത്ത ഈ ബുദ്ധിശക്തി മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ളത്? ആലോചിക്കേണ്ടതാണ്, ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ അറിയപ്പെട്ട VR കൃഷ്ണ അയ്യർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കും. ഹൈന്ദവനും ക്രൈസ്തവനും ജൈനനും ബൗദ്ധനും സിഖുകാരനും പായ്സിയും മജൂസിയും മതമുള്ളവനും ഇല്ലാത്തവനും നാനാജാതി മതസ്ഥരെല്ലാം മരണാനന്തരം ഒരു ജീവിതത്തെ ഗൗരവമായി കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ന്. നിങ്ങൾക്കറിയാം, ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനനോട് പോലും കൃഷ്ണൻ പറയുന്നത് ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ സൂക്തമാണ്. ഹദോവ പ്രാപ്സസി സ്വർഗം. അർജുന, ഈ യുദ്ധത്തിൽ, ധർമാധർമ്മ പോരാട്ടത്തിൽ ധർമ്മത്തിനു വേണ്ടി നീ കൊല്ലപ്പെട്ടാൽ, രക്തസാക്ഷിയായാൽ, ഷഹീദായാൽ നിനക്ക് ഹദോവ പ്രാപ്സസി സ്വർഗം, നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അപ്പൊ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും പറയും. ബൈബിളിലൂടെ കടന്നു നോക്കൂ. നിന്റെ ഇടത് കൈ കളവ് നടത്താൻ കാരണമാകുന്നുവെങ്കിൽ നീ ആ കൈ ഛേദിച്ചു കളയുക. പൂർണ്ണ അവയവങ്ങളോടെ നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ വികലാംഗനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നിനക്കുത്തമം എന്ന് ബൈബിളിലെ മത്തായി സുവിശേഷത്തിൽ കാണാം. അപ്പൊ വേദങ്ങളെല്ലാം അതിന്റെ അന്തസാരങ്ങളിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറയും. നമ്മുടെ ജീവിതം നിങ്ങൾ നോക്കൂ, ആനന്ദങ്ങളാണ്. ഞാൻ പറഞ്ഞു, ആർത്തുല്ലസിച്ചു. പ്രവാചക തിരുമേനി പറഞ്ഞു, സയ്യത്തി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിനൊരു കാലം വരും, 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങൾ അവർ വെറുക്കുകയും ചെയ്യും, മറന്നുപോകും. 5 കാര്യങ്ങളെ അവരിഷ്ടപ്പെടും, 5 കാര്യങ്ങളെ അവർ ബോധപൂർവമായി മറന്നുപോകും. അതിലൊന്ന് യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ആഖിറ, ദുനിയാവിനെ അമിതമായി അവർ ഇഷ്ടപ്പെടും, പരലോകത്തെ അവർ മറന്നുപോകുമെന്ന്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, അവർക്ക് കിടന്നുറങ്ങാനുള്ള 6 അടി മണ്ണായ ഖബറിനെ, ഭാര്യയുടെ പങ്കാളിത്തമില്ലാത്ത, മക്കളുടെ അകമ്പടിയില്ലാത്ത, നാട്ടുകാരുടെ സപ്പോർട്ടില്ലാത്ത, ആരുടെയും സപ്പോർട്ടില്ലാത്ത ഖബറിൽ അവൻ ഒറ്റക്ക് കിടക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യത്തെ അവൻ മറക്കുകയും സുഖലോലുപനായി ജീവിക്കാനുള്ള രാജകൊട്ടാരങ്ങളെ, അമ്പര ചുംബികളായ മണിസൗധങ്ങളെ അവൻ പടുത്തുയർത്തുകയും ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിയെ ഓർമ്മപ്പെടുത്തി. അപ്പൊ കൊട്ടാരങ്ങളെ അവൻ ഇഷ്ടപ്പെടും, ഖബറിനെ അവൻ മറന്നുപോകും. അങ്ങനെയൊരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മനുഷ്യനെ, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. ആരാ മനുഷ്യൻ? നമുക്കറിയല്ലോ, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി മാത്രമാണ്. കോടിക്കണക്കായ ബീജഗണങ്ങളിലെ ഒരൊറ്റ ബീജം മാത്രമാണ് മനുഷ്യൻ, അല്ലേ? ലക്ഷണമൊത്ത ബീജത്തെ അണ്ഡവുമായി ഗർഭപാത്രത്തിൽ കൊണ്ടുപോയി അതിനെ കൃത്യമായ സ്ഥാനത്ത് വെച്ച പടച്ച തമ്പുരാൻ, ഫലിയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പറ്റി പറയും, ഫലിയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഖുർആനിലെ 86-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള സൂക്തങ്ങളാണ്. ഫലിയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിലെ കണമായിരുന്നില്ലേ നീ? യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്, നിന്റെ നെഞ്ചെല്ലുകൾക്കിടയിൽ നിന്നും വാരിയെല്ലുകൾക്കിടയിൽ നിന്നും സെമിനൽ വെസിക്കിളിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ടോ പടച്ച തമ്പുരാൻ സൂറത്ത് ഖിയാമ 75-37 പറയാൻ, മനുഷ്യരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയുള്ള തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിലെ അലം നകുൻ തുഫതം മിൻ മനിയ്യിൻ യുംനാ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണമായിരുന്നില്ലേ നീ? അറപ്പും വെറുപ്പും തോന്നുന്ന, ആർക്കും തൃപ്തി വരാത്ത ഒരു ഇന്ദ്രിയത്തുള്ളിയുടെ ആ ഒരു ബീജഗണത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചില്ലയോ? അല്ലാഹുവിന്റെ ന്യായമായ ചോദ്യം. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അങ്ങനെ നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയായി, അതിനെ പിന്നെ രക്തപിണ്ഡമായി, പിന്നെ അതിനെ മാംസപിണ്ഡമായി,
ആ മാംസപിണ്ഡത്തെ പിന്നെ അസ്ഥിക്കൂടം കൊണ്ട് പൊതിഞ്ഞ് ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് കവർ ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു സൃഷ്ടിയായി നിന്നെ മാറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള സൂക്തങ്ങളിൽ പടച്ച തമ്പുരാൻ മനുഷ്യനോട് പറയണ, അങ്ങനെയാണ് നിന്നെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവനായിട്ട് നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. കൈകാലുകളിട്ട് അടിച്ചുകൊണ്ടിരുന്നു. വാവിട്ട് കരയുക, കൈ ചുരുട്ടി പിടിക്കുക എന്ന പ്രതിഭാസത്തോടെയാണ് നീ പുറത്തു വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ വന്ന വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവനായി. അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീഹാ ലിമൗതിക ലാഹികം മസ്റൂറാ. നിന്റെ മാതാവ് നിനക്ക് ജന്മം നൽകിയപ്പോ ചുറ്റിലും നിന്ന ആളുകൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഒരു കുഞ്ഞിന്റെ ജന്മം ആർക്കാണ് ആനന്ദം നൽകാത്തത്? ആർക്കാണ് ആവേശം നൽകാത്തത്? വിവാഹാനന്തരം ഒരു സന്താനമുണ്ടാവുക എന്നത് കൊതിക്കാത്ത മനുഷ്യരുണ്ടോ ഭൂമിയിൽ? അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയാ, നിന്നെ നീ പ്രസവിച്ച നിന്റെ മാതാവ് ജന്മം നൽകിയപ്പോ നിന്റെ ചുറ്റിലും ഇരുന്ന ആളുകൾ ചിരിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു. അതുകൊണ്ട് വജഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ, നിന്റെ മരണാനന്തര ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നീ സമ്പാദിച്ചു വെക്കണം. അതിന് പാഥേയമുണ്ടാവണം, വിശ്വാസമുണ്ടാകണം, സത്കർമ്മങ്ങൾ ഉണ്ടാവണം, ആരാധനകളിൽ നിരതമാകണം. നിന്റെ യുവത്വത്തെ പ്രയോജനപ്പെടുത്തണം. നിന്റെ സമ്പത്തിനെ അള്ളാഹു നൽകിയ മാർഗങ്ങളിലൂടെ, അവൻ അനുവദിച്ച വഴികളിലൂടെ സമ്പാദിക്കുകയും അവൻ അനുവദിച്ച മാർഗങ്ങളിൽ അത് ചെലവഴിക്കുകയും വേണം. അനാവശ്യമായൊന്നു വരില്ലേ എന്ന് അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കുകയാണ്. നിന്നെ സൃഷ്ടിച്ചു, നിനക്ക് വായു നൽകി, നിനക്ക് വെള്ളം നൽകി, ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ നൽകി, കാണാനുള്ള കണ്ണ് നൽകി, കേൾക്കാനുള്ള കാത് നൽകി, പിടിക്കാനുള്ള കൈ നൽകി, നടക്കാനുള്ള കാലുകൾ നൽകി, ചിന്തിക്കാനുള്ള ഹൃദയം നൽകി. ഈ അനുഗ്രഹങ്ങളെല്ലാം ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് മനുഷ്യനോടെന്ത്? വൽ ആദിയാതി ലബഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. യുദ്ധത്തിന്റെ രണാങ്കണ ഭൂമിയിലേക്ക് യജമാനനെ ചുമന്നുകൊണ്ട് കല്ലുകളിൽ കാലുതട്ടി തീപ്പൊരി പാറിപ്പിച്ച് രണാങ്കണത്തിലേക്ക് ഓടിയെടുക്കുന്ന കുതിരകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? യജമാനൻ കൊടുത്ത പുല്ലിനും വെള്ളത്തിനും നന്ദി കാണിച്ചിട്ട് യജമാനനെ പേറിക്കൊണ്ട് യുദ്ധരണാങ്കണത്തിലേക്ക് വാളിന്റെ അതുപോലെ തന്നെ അവിടെ നടക്കുന്ന തീപ്പൊരികൾക്കിടയിലേക്ക് തന്റെ സ്വന്തം ജീവനെ ബലി കഴിപ്പിച്ചുകൊണ്ട് തന്റെ യജമാനന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കുതിരകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് യജമാനനോട് നന്ദി കാണിക്കുകയാണ്. നാ മനുഷ്യനോ? അവൻ ആവശ്യമുള്ള രൂപത്തിൽ അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഖലഖം മിൻ ബാദി ഖൽഖിൻ ളുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ. അല്ലാഹു പറയാണ് ഖുർആനിലെ സൂറത്തു സുമർ 39-ാം അധ്യായം 6-ാമത്തെ സൂക്തം. ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിന്നെ പടച്ച തമ്പുരാൻ വളർത്തിയില്ലയോ? അങ്ങനെ വളർത്തിയിട്ട് അല്ലേ, അങ്ങനെയുള്ള ലഹുൽ മുൽക്കു, അവനാണ് ആധിപത്യം. ലാ ഇലാഹ ഇല്ലാ, അവനല്ലാതെ ഒരു ആരാധനക്കർഹനില്ല, അല്ലല്ലാതെ ഒരു ആരാധനക്കർഹനില്ല എന്ന് പഠിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനാളായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ പുറത്തു വരിക. അങ്ങനെ മനുഷ്യന്റെ തുടക്കം. ആ തുടക്കം പിന്നെ അവനെ ലോകത്തിന്റെ വിവിധ രംഗങ്ങളിലേക്ക് നയിച്ചു. പിച്ച വെച്ച് മെല്ലെ നടന്ന് മാതാവിന്റെ കൈവിരൽ പിടിച്ച് ഉപ്പയുടെ കൂടെ മെല്ലെയൊന്ന് മാർക്കറ്റിൽ ചെന്ന് അങ്ങനെ അവൻ ഓരോ ഘട്ടങ്ങൾ തരണം ചെയ്തു. അവസാനം വീണ്ടും ഒരു റിവേഴ്സ് ഗിയർ, പുറത്തേക്ക്, എന്നിട്ട് പിറകോട്ട് ഒരു യാത്ര. ആ യാത്രയിൽ അവൻ ചെന്നുമുട്ടുന്നത് ഖബറിനെയാണ്. അവിടെ ചെന്നെത്തുന്നവരെയുള്ള മനുഷ്യന്റെ ജീവിതം അത് എപ്രകാരമാണോ അതിനനുസരിച്ചാണ് പരലോകത്തെ വിചാരണയുടെ ലഘൂകരണവും അതിന്റെ കാഠിന്യവും. ഇവിടെ ജീവിതം സംശുദ്ധമായോ? ആധുനിക മനുഷ്യന്റെ മനസ്സ് വളരെ വളരെ മ്ലേച്ഛമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? വളരെ ലൈഫായ. ചിന്തിച്ചു നോക്കുകള്, ഒന്ന് ശ്വാസം നിലച്ചാൽ, ഒന്ന് ശ്വാസതടസ്സമുണ്ടായാൽ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നാൽ
ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടറിൽ വെന്റിലേറ്ററിൽ ഒന്ന് ഘടിപ്പിക്കേണ്ടി വന്നാൽ അവിടെ അവസാനിച്ചു അല്ലേ? ലോകം അറിയപ്പെട്ട ഒരു ഗായകന്റെ തൊണ്ടയിൽ ഒരു മുള്ളു കുടുങ്ങിയാൽ പിന്നെ അയാൾക്ക് ഫേമസ് ആയോ? ഇല്ല, അവിടെ അവസാനിച്ചു. ലോകം കണ്ട വേഗത കൂടിയ ഒരു ഓട്ടക്കാരന്റെ കാല് പൊട്ടിയാൽ അവിടെ അവസാനിച്ചു എല്ലാം, നിശ്ചലമായി അല്ലേ? ഇതാണ് മനുഷ്യന്റെ ജീവിതം. കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടായ സമ്പാദ്യമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ, ചെലവഴിക്കാത്ത ആളുകൾ, ഇതെല്ലാം എനിക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് സമ്പാദിച്ചിട്ട് ഒരു ചെറിയ അറ്റാക്ക് ഇല്ല, ഒന്ന് രാത്രി കിടന്നുറങ്ങിയതാ. കിടന്നുറങ്ങുമ്പോ മക്കളോടൊക്കെ യാത്ര പറഞ്ഞ് നല്ല ആരോഗ്യദൃഢഗാത്രനായി ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാ. രാവിലെ വിളിച്ചു നോക്കുമ്പോ എഴുന്നേക്കണില്ല. ഡോറിന് ശക്തമായി മുട്ടി നോക്കി, എഴുന്നേക്കില്ല. 5 മണിക്ക് എഴുന്നേക്കുന്ന ആളാണ് ബാപ്പ, പക്ഷെ ബാപ്പ എഴുന്നേക്കുന്നില്ല. അപ്പൊ പിന്നെ കുറെ കഴിഞ്ഞ് ഒന്ന് വാതിലിന് ശക്തമായി മുട്ടി. ഡോറിന്റെ ചെറിയ താക്കോൽദാരത്തിലൂടെ റൂമിലേക്ക് നോക്കിയപ്പോ വലതു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുക ബാപ്പ, അനങ്ങണമൊന്നുമില്ല. അങ്ങനെ ഡോറ് ശക്തമായി തല്ലി തുറന്ന് കട്ടിലോടുകൂടി ബാപ്പാനെ ഇളക്കിയപ്പോ കട്ടിലോടുകൂടിയാണ് ഇളകുന്നത്. എന്താ? എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു, ജീവൻ പോയി, ആള് കാലിയായിട്ടുണ്ട്. ശരീരത്തിന് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുണ്ട്, നല്ല ആരോഗ്യം, ഒരു പ്രശ്നവുമില്ല. പിന്നെന്താണ്? മിണ്ടണില്ല, ചലിക്കണില്ല, കൈ അനങ്ങണില്ല, എല്ലാം തണുത്ത് മരവിച്ച് മരം പോലെയായിട്ടുണ്ട്. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? അവനെ ഇന്നലെ വരെ അവനെ ആക്കി മാറ്റിയ എന്തോ ഒന്ന് അവനിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ? അതെന്താണ്? അത് ആത്മാവാണ്. ആ ആത്മാവാണ് അവനെ ചൈതന്യവത്താക്കി തീർന്നതും അവനെ കമാൻഡിങ് പുറപ്പെടുവിക്കുന്ന കമാൻഡർ ആക്കിയതുമൊക്കെ അല്ലേ? കൺട്രോൾ റൂമിലെ കൺട്രോളർ ആക്കിയത് അവനെ ആ ആത്മചൈതന്യമാണ് അല്ലേ? ലോകമറിയപ്പെട്ട ചിന്തകനും സാഹിത്യകാരനും പ്രഭാഷകനും ഒക്കെ അവനെ ആക്കി മാറ്റിയത് ആ ആത്മാവാണ്. ആ ആത്മാവ് നഷ്ടപ്പെടുന്നതോടെ പിന്നെ പ്രധാനമന്ത്രിനെ ആരെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനത്തിരുത്തുവോ? ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുത്തുവോ? എത്ര യോഗ്യനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് വേറൊരാളെ തെരഞ്ഞെടുക്കും അല്ലേ? അത്ര വരെ എത്തി നിൽക്കുന്ന മനുഷ്യന്റെ ജീവിതം, അതാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യ, നീ എന്ത് കാണിക്കരുത്? ദുരഭിമാനം കാണിക്കരുത്. ഭൂമിയിൽ വിനയാന്വിതനായി നീ ജീവിക്കണം എന്നാ പറയുന്നത് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്. ആ പറയുന്ന ഓരോ കാര്യങ്ങളും മാനവരാശിക്ക് മുഴുവൻ നന്മയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ മനുഷ്യനെ കുറിച്ചൊന്ന് പഠിക്കണേ, മനുഷ്യനെ കുറിച്ചൊന്ന് പഠിക്കണം. അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളൊന്ന് പഠിക്കണം. ആ കേവല ഇന്ദ്രിയത്തുള്ളിയെ ഈ കണ്ട ആകാരത്തിൽ, സൗന്ദര്യത്തിൽ, ഭംഗിയിൽ അല്ലേ ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ച ആ മഹാപ്രതിഭാസത്തെ കുറിച്ചൊന്ന് ആലോചിക്കണം. അതാണ് സുജായി മൊയ്തുമൊലൈ പറഞ്ഞത്. നമ്മൾ മുമ്പ് കേട്ടു മനസ്സിലാക്കി പഠിച്ചതാണ്. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നെ നീ കാട്ടൻ ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്ത് ചക മല്ല പൊട്ട, പറവിന്നൂടേലിൻ ബഹുമാനം പൊട്ട. മനുഷ്യൻ, നീ ആരാണ്? നീ ഒരു ഇന്ദ്രിയത്തുള്ളി മാത്രമായിരുന്നു. പിന്നെ നീ ആരാണ്? നീ കാഷ്ടം ചുമന്ന ഒരു കൊട്ടയാണ്. പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട. പിന്നെ നീ ആരാ? നീ കാഷ്ടം ചുമന്നൊരു കൊട്ടയാണ്. നിന്റെ വയറ്റിൽ സ്ഥിതി ചെയ്യുന്ന ആ കാഷ്ടം അതങ്ങ് പുറത്തു പോയാൽ പിന്നെ നിനക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസം ഉണ്ടാവും. അതൊരു 4-5 തവണ ഒന്നിച്ചങ്ങ് പോയാൽ പിന്നെ നിന്നെ പിടിച്ചു നിർത്താൻ ആളുകൾ വേണ്ടി വരും. പെട്ടാലോ ചത്തീച്ചക മല്ല പൊട്ട, പറവിന്നൂടേലിൻ ബഹുമാനം പൊട്ട. അപ്പൊ അങ്ങനെയുള്ള നിന്റെ ഈ ശരീരം അത് ചത്തുപോയാൽ ഒരു കോമൺ നെയിമാണ്, ഒരു കോമൺ നെയിം മയ്യത്ത്, ശവം എന്ന അർത്ഥത്തിൽ. അങ്ങനെയാണ് നിന്റെ അവസ്ഥ അല്ലെ? ആ ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത്. പിന്നെ നിന്റെ ശരീരത്തിന്റെ പവർ എന്ത് പറയാനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലേ? പിന്നൊന്നും പറയാൻ. അതുവരെ കൂടെ കിടന്ന ഭാര്യ മയ്യത്തിന്റെ കൂടെ കിടക്കുവോ? ഇതെന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്, അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ കൂടെയാ ഞാൻ എന്നും കിടന്നത്, ഇന്ന് ഖബറിൽ എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കിടക്കണം എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് പറയോ? എത്ര വലിയ മഹബത്തിലാണെങ്കിലും ഒരു പെണ്ണിന് പറയാൻ കഴിയോ? എന്റെ ഉപ്പാനക്കാട് അതെനിക്ക് ഉറക്കു വരില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മകൻ മരിച്ചാൽ ആ മകനില്ലാതെ എനിക്ക് കൂടാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ മകന്റെ കൂടെ ഖബറിലേക്ക് പോവോ വാപ്പ? ഇല്ല. മയ്യത്ത് കൊണ്ടുപോയി അവിടെയാക്കി എന്നിട്ട് യാത്ര പറഞ്ഞ് നമ്മളൊക്കെ പിരിഞ്ഞു പോയി അല്ലേ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ മനുഷ്യന് അതീവ ദുർബലനായ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ വളരെ സന്തോഷത്തോടു കൂടി പോയതാണ് കല്യാണത്തിന് പങ്കെടുക്കാൻ, എന്നിട്ട് എല്ലാം കാലിയായി. അങ്ങനെ അപ്പൊ മരണം എപ്പോഴും മനുഷ്യന്റെ കൂടെ. ആ മരണത്തെ പേടിച്ച് നമ്മൾ ഓടുക സാധിക്കൂ? എവിടെങ്കിലും ആ മരണം നമ്മളെ കണ്ടുമുട്ടില്ലേ? ഉണ്ട്. പ്രായവും എത്ര പ്രായം കഴിഞ്ഞാലും
ഒരു നിശ്ചിത കാലയളവ്. അഭിപ്രായ ഭിന്നതകളുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കിടയിൽ. അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു കാര്യമുണ്ട്, എന്താ? മരണം. എല്ലാവരും മരിക്കും, എല്ലാ മനുഷ്യരും മരിക്കും. ലോകത്തേത് ആഢ്യനും ആഢ്യത്വമില്ലാത്തവനും എല്ലാം മരിക്കും. അവന്റെ ബലവും ശക്തിയെല്ലാം ക്ഷയിച്ചു പോകും, ദുർബലനാവും. ഒരു കാലഘട്ടത്തിൽ ലോകത്തെയും രാജ്യത്തെയും ഭരിച്ചവനും കിടുകിടാ വിറപ്പിച്ചവനുമൊക്കെ നിസ്സഹായനായി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരും. അങ്ങനെയൊരു ദിവസം. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇപ്പൊ ഷോപ്പിങ്ങിന് പോകുമ്പോ ഭാര്യ നിർബന്ധമാണ്, മക്കള് നിർബന്ധമാണ്, അവരില്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളൊരു ടൂറ് പോവുകയാണ്, സന്തോഷത്തോടെ ആനന്ദത്തോടെയാണ് അല്ലേ? മയ്യത്തായിട്ട് കബറക്ക അമ്മാനെ കൊണ്ടുപോകുമ്പോ ചിരിച്ച് ഉല്ലസിച്ച് തട്ടഹസിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് പോകുന്ന പ്രതീതിയ അല്ല, അല്ല അല്ലേ? അവിടെ ഒരു വല്ലാത്ത ദുഃഖമില്ലേ? ഉണ്ട്. ആ വേർപാട് കഴിഞ്ഞാൽ എത്ര ദിവസമുണ്ട് ഇപ്പത്തെ സങ്കടം? ഇല്ല. ആധുനികന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ ഇന്ന് മരിച്ച ഇന്നൊരു ചെറിയ സങ്കടമൊക്കെ കാണും, നാളെ അത് അവസാനിച്ചു. അത് എത്ര വലിയ മൊഹബത്ത് കഴിഞ്ഞ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതില്ലെങ്കിൽ മനുഷ്യന് ആപത്താണ്. ബാപ്പ മരിച്ചത് ഒരാൾക്ക് മറക്കാനേ കഴിയില്ല. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. മറവി ഒരു അനുഗ്രഹമാണ് അല്ലേ? വിട്ടുവീഴ്ച മനുഷ്യനൊരു അത്യപാരമായ അനുഗ്രഹമാണ്. എല്ലാം മറക്കാനുള്ളൊരു കഴിവ് മനുഷ്യന്റെ അനുഗ്രഹമാണ്. അത് പടച്ച തമ്പുരാൻ മനുഷ്യന് കരിഞ്ഞരുളിയാണ് ഈ ദുനിയാവിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം നിശ്ചയമായും അതുണ്ട്. ഈ ലോകം അത് തകർന്ന് തരിപ്പണമായാൽ അത്തരമൊരു ഘട്ടത്തേക്ക് നമുക്ക് എത്തിപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം, ആ ജീവിതം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനാണ് മനുഷ്യനോട് ഇസ്ലാം കൽപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ജീവിതം എന്താണ്, എന്തിനാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ്? ഞാൻ മരിച്ചാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തോടുകൂടെ എല്ലാം അവസാനിക്കുമോ? മരണാനന്തരത്തോടെ എല്ലാം അവസാനിക്കുമോ? എല്ലാം അവസാനിക്കുമെങ്കിൽ ഇതര ജീവജാലങ്ങളും മനുഷ്യനും തമ്മിൽ എവിടെ വേർതിരിയുന്നു എന്ന അടിസ്ഥാനപരമായ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യരെ ഭൂരിപക്ഷത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഭൂരിപക്ഷം ആളുകളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഭൂരിപക്ഷം ആളുകളും ജീവിതത്തെക്കുറിച്ച് കാര്യബോധമുള്ള ആളുകളാണ്. കാര്യബോധത്തോടെ ജീവിതത്തെ കാണുന്നവരാണോ? അല്ല എന്നുള്ളതാണ് വസ്തുത. പ്രഭാതമാകുന്നു, പ്രദോഷമാകുന്നു, വർഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നു അല്ലെ? അങ്ങനെയല്ലാത്ത ജീവിതത്തെ ഗൗരവ ബുദ്ധിയ കണ്ട എത്ര ആളുകളുണ്ട്? വളരെ വളരെ ഗൗരവത്തോടെ ജീവിതത്തെ കണ്ട എത്ര ആളുകളുണ്ട്? ഇല്ല. മിക്ക ആളുകളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഹദീസിന്റെ ആശയം ഇതാണ്: ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ വരുന്ന ഓരോ മനുഷ്യന്റെ അടുത്തു. ആ 2 മലക്കുകൾ വന്നിട്ട് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആദമിന്റെ മക്കളെ വിളിച്ചുകൊണ്ട്, നാം ഓരോരുത്തരെയും, അതെന്താ വെച്ചാൽ, ആദമിന്റെ പുത്ര, ഞാൻ ഇന്ന് ഒരു പുതിയ ദിവസമാണ്. ഇന്ന് നമ്മൾ ഞായറാഴ്ച കഴിഞ്ഞ് നാളെ തിങ്കളാഴ്ച സുബഹി നമസ്കരിച്ചാൽ 2 മലക്കുകൾ വന്നിട്ട് നമ്മളോട് പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്താ പറയാ? ആദമിന്റെ പുത്ര, ഞാൻ ഇന്ന് ഒരു പുതിയ ദിവസമാണ്. നിനക്ക് എന്നെ മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും? നിന്റെ മരണാനന്തര ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ എന്നെ നിനക്കെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും? അങ്ങനെ നീ ഫലപ്രദമായി എന്നെ ഉപയോഗിക്കുക. കാരണവും പറയുന്നുണ്ട്. ആ ദിവസം നിന്നോട് പറയും, കാരണം ഞാൻ നിന്റെ കർമ്മങ്ങളുടെ സാക്ഷിപത്രമാണ്. നിന്റെ മുഴുവൻ കർമ്മങ്ങളെയും ഞാൻ രേഖപ്പെടുത്തുന്നു, റെക്കോർഡാക്കി വെക്കുന്നു. മാത്രവുമല്ല, എനിക്കൊരു റിട്ടേൺ ഇല്ല, ഞാൻ മടങ്ങി വരില്ല ഒരിക്കലും. അതുകൊണ്ട് നീ എന്നെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. ഇന്നത്തെ ദിവസം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എത്ര ആളുണ്ട്? നമ്മൾ ചിന്തിക്കൂ. നമ്മളിവിടെ സാധാഗതിയിൽ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെ? രാവിലെ ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, ളുഹർ ബാങ്ക് കൊടുത്ത് നമ്മൾ നിസ്കരിക്കുന്നു. എന്നും ഒരേപോലെയാണ് നമ്മുടെ ദിവസങ്ങൾ, മാറ്റങ്ങളില്ല. ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ മാറ്റമുണ്ടോ? അധിക ആളുകളും രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് അലക്കാനുള്ളത് അലക്കി കുളിച്ച് പിന്നെ ടിവിയുടെ മുമ്പിൽ, പരമ്പരയുടെ മുമ്പിൽ ഇരിക്കുക. ഏറെക്കുറെ ആളുകൾ നമസ്കാരത്തിന്റെ വേളയിൽ പോലും TV ഓഫാക്കിയിട്ട് അടുത്ത രംഗം കട്ടാകുന്നതിന് മുമ്പ് നിസ്കാരം കഴിച്ചു തീർക്കുകയാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
അടുത്ത ഒരു സുപ്രധാന രംഗം നഷ്ടപ്പെടാതിരിക്കാൻ നമസ്കാരത്തെ ക്രമീകരിക്കുക. അവിടെ മനുഷ്യർ ഇന്ന് ആലോചിക്കുന്നത് എന്താ അറിയോ? TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജമ്മും കസൂറാക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ. പരമ്പര കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം ചുരുക്കാനുള്ള വല്ല ഇളവും ഹദീസിലോ ആയത്തിലോ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇന്നത്തെ കാലത്ത് മുസ്ലിമായി ജീവിച്ച് മരിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസം ഓരോ പുതിയ ഫത്വകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ രാജ്യത്തും ചുറ്റുപാടുകളിലും ഓരോ പുതിയ, ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിനെ ഏറ്റവും സങ്കീർണമായി അവതരിപ്പിക്കുക, പ്രായോഗികമായ ലളിതമായ ഒരു മതത്തിന്റെ പ്രായോഗികതയ്ക്ക് നേരെ ആ മതത്തിന്റെ സേവകരെന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ വലിയ വലിയ കത്തികൾ ഓങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. വിശ്വാസരംഗത്ത് വമ്പിച്ച പാളിച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ജാഗ്രതയോടെ ഓരോ നിമിഷങ്ങളും തള്ളി നീക്കേണ്ട ഘട്ടം. റസൂലുള്ളാഹി പറഞ്ഞു, ലോകത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉള്ളംകൈയിൽ തീക്കനലെടുത്ത പോലെ ഒരു മുസ്ലിമിന് ഇസ്ലാമിന് അനുഭവപ്പെടും. ഉള്ളംകൈയിൽ തീക്കനലെടുത്ത പോലെ, തീക്കട്ടയെടുത്ത പോലെ അഗ്നിജ്വാലകൾ കൈയിന്റെ ഉള്ളംകൈയിൽ എടുത്താൽ എങ്ങനെ അതുപ്രകാരം ദീനനുസരിച്ച് ജീവിക്കാൻ അവന് പ്രയാസമായി തോന്നുന്ന ഒരു ഘട്ടം വരും. ഏതൊരു മനുഷ്യനും സംജാതമാകാനുള്ള കാര്യമാണ്. അതുകൊണ്ട് ആദ്യമായി തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മരണാനന്തര ജീവിതം പൂർണ്ണമായി ബോധ്യപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്നുള്ളതാണ്. മനുഷ്യനാരാണ്, അവന്റെ ജീവിതം എന്താണ്, അവന്റെ ജീവിതം എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അവന് മരണാനന്തരം ഒരു ജീവിതമുണ്ടോ, ഇത് മറ്റേത് വേദഗ്രന്ഥത്തെക്കാളും കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ 2000 ചില്ലാനം വരുന്ന സൂക്തങ്ങൾ പരിശുദ്ധ മക്കയിൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏറെക്കുറെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 91 അധ്യായങ്ങളും അവതരിച്ചിട്ടുള്ളത് പരിശുദ്ധ മക്കയിലാണ്. പ്രവാചക ജീവിതത്തിന്റെ 53 കൊല്ലക്കാലവും പ്രവാചകൻ കഴിച്ചുകൂട്ടിയത് മക്കത്താണ്. പക്ഷെ ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിലെ മദീന ജീവിതത്തെ പറ്റിയാണ് പലരുടെയും ചിന്ത. റസൂലുള്ളാഹി രാഷ്ട്രം സ്ഥാപിച്ചത് മദീനയിലാണ്. ആ രാഷ്ട്രത്തെ പറ്റി മാത്രം പറയുന്ന ആളുകൾ അവർ പ്രവാചകന്റെ 53 കൊല്ലക്കാലത്തെ മക്കാ ജീവിതം മറന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾ, മുസ്ലിം സംഘടനകൾക്കിടയിൽ അവരും മദീന ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ബദർ, അവിടുത്തെ ഉഹ്ദ്. നിങ്ങൾക്കറിയാലോ, മദീനയിൽ പ്രവാചകൻ വന്നിട്ട് ഹിജ്റ 2-ാം വർഷത്തിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. 4 വർഷമാണ് ആ യുദ്ധം നീണ്ടുന്നത്. ഹിജ്റ 6-ാം വർഷം ഹുദൈബിയ സന്ധി എന്ന പരിശുദ്ധമായ കരാർ നിലവിൽ വന്നു. അതിനിടയിലുള്ള 4 കൊല്ലക്കാലമാണ് യുദ്ധം നടന്നത്. അവ ചില ആളുകൾക്കൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തെ, ഭീകരവാദത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക്, അവർക്ക് ഈ മക്കയിൽ നിന്ന് പ്രവാചകന്റെ പലായനത്തിന് ശേഷമുള്ള മദീന കാലഘട്ടത്തിലെ ഹിജ്റ 2-ാം വർഷം മുതൽ 6-ാം വർഷം വരെയുള്ള 4 കൊല്ലത്തെ ജീവിതമാണ് അവർ മാതൃകയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമസ്കാരം നിർബന്ധമാക്കുന്ന, അറിയാലോ, മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മേറാജിൽ, അത് കഴിഞ്ഞ് റസൂലുള്ളാഹി കുറഞ്ഞ കാലം കഴിയും മദീനയിലേക്ക് യാത്ര തിരിച്ചു. നമസ്കാരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് പൂരിപ്പിച്ച് അതിന്റെ പൂർണ്ണത മദീനയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ മദീനയിൽ പൂർത്തീകരിക്കപ്പെട്ട നമസ്കാരത്തെ പറ്റി പറയാൻ ഇവിടെ ആളുകളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനു ശേഷമുള്ള 13 കൊല്ലം പ്രവാചകൻ മക്കയിൽ എങ്ങനെ ജീവിച്ചു? എന്തായിരുന്നു പ്രവാചകന്റെ ജീവിതം? ആ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട 91 അധ്യായങ്ങളിലെയും ചർച്ചാ വിഷയം എന്താണ്? കേവലം 23 അധ്യായങ്ങളാണ് മദീനയിൽ ഇറങ്ങുന്നത്. അത് പഠിക്കാതെ, അത് മനസ്സിലാക്കാതെ, അത് ഉൾക്കൊള്ളാതെ ജീവിച്ചാൽ അത്യന്തം അപകടകരമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ. വിശുദ്ധ ഖുർആൻ വായിക്കും തോറും വിശുദ്ധ ഖുർആൻ പഠിക്കാത്തതാണ് പലരുടെയും അഭാവം, പലതിന്റെയും പ്രശ്നങ്ങൾ. ഖുർആനിൽ ഒരു കാര്യം എന്ത് പറയും, ഹറാമാക്കി ഹലാലാക്കി, അത് ഖുർആൻ നമുക്ക് കാണിച്ചു തന്നു. ഏത് വിഷയവും ആ ഹറാമും ഹലാലും ഖുർആൻ തീരുമാനിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിച്ചു തന്നതെന്തോ അതാണ് ദീൻ. നമ്മൾ ധാരാളക്കണക്കിന് പണ്ഡിതന്മാരെ കണ്ട് മനസ്സിലാക്കി, പലരുടെയും രചനകൾ കണ്ട് ആളുകളാണ്.
നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പുസ്തകം ഇങ്ങനെ പരിചയപ്പെടുത്താം. നിങ്ങൾ ഒരു പക്ഷേ മാന്ത്രിക ചികിത്സ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു സുന്നി പണ്ഡിതൻ, AP ഗ്രൂപ്പിന്റെ പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആധുനിക സമൂഹം ഖുർആനിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ തെറ്റിപ്പിച്ച് ജാഹിലിയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന്റെ ഒരു സാമ്പിൾ കാണിക്കാൻ. ഇത് എഴുതിയത് KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര് എന്ന് പറയുന്ന കുന്താവൂരാണ്. ഈ പുസ്തകത്തിൽ ഇയാൾക്ക് പരിഭാഷയുണ്ട്, ഖുർആൻ പരിഭാഷയുണ്ട്, വിവിധങ്ങളായ ഗ്രന്ഥങ്ങളുണ്ട്. കാന്തപുരം AP അബൂക്കർ ഗ്രൂപ്പ് പെട്ട ആളാണ്. ഈ പുസ്തകം മാന്ത്രിക ചികിത്സ ഇത് 2000 കോപ്പി ആദ്യം തന്നെ വിറ്റഴിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ഒന്നാമത് ബുക്ക് 2000 കോപ്പികൾ അത് വിറ്റഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുന്ന ഒരു മുസ്ലിം പിന്നെ ഖുർആൻ വീട്ടിൽ വെക്കൂല. അവന്റെ വീട്ടിൽ പിന്നെ അവൻ ഖുർആൻ വെക്കില്ല എന്ന് മാത്രമല്ല, അവൻ ഖുർആൻ തൊടുപോലും ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ ആളുകളോട് ചോദിക്കണം, എന്തിനാ അത് പറയണതറിയോ? മരണാനന്തര ജീവിതത്തിൽ മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്ത് എന്ന് പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ആ ഖുർആൻ പഠിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണാനന്തര ജീവിതമുണ്ടോ, തൗഹീദുണ്ടോ, പിന്നെ ജീവിത രീതികളുണ്ടോ, നന്മ തിന്മകളെ കുറിച്ചുള്ള ചിന്തകളുണ്ടോ? ഒന്നില്ല. നമ്മൾ നോക്കൂ, ഈ പുസ്തകത്തിൽ 62, 63 പേജാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഒരുപാടുണ്ട്, അതിൽ 1-2 സാമ്പിളുകൾ മാത്രം കാണിക്കുക. എന്തിനാ ചോദിച്ചാൽ ഖുർആനിനെതിരെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ കടന്നാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ജാഗ്രതയോടുകൂടി കാണണം എന്ന് പറയാം. സൂറത്ത് നഹലിനെ പറ്റി പറയാം. ഖുർആനിലെ 16-ാം അധ്യായമാണ് സൂറത്തു നഹൽ, തേനീച്ച എന്ന അധ്യായം. അതിനെ സംബന്ധിച്ച് പറയണം, അതിന് പല പ്രത്യേകതകളുമുണ്ട്. അത് എഴുതി കെട്ടിയാൽ ആ വീടും ആ ഹൗസ്, അവരുടെ ഭവനവും കച്ചവട സ്ഥലവും കൃഷിയും തോട്ടവും മതിലുകളും ഒക്കെ തകരും. അത് എവിടെ കെട്ടുന്നുവോ അതൊക്കെ നശിക്കും. പഴമുള്ള മരത്തിൽ കെട്ടിയാൽ പഴമൊക്കെ കൊഴിയും. വീട്ടിൽ കെട്ടിയാൽ വീടും വീട്ടുകാരും ഒക്കെ നശിക്കും. എന്തിനെ പറ്റിയാ പറയുന്നത്? അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ ഒരു അധ്യായം. ആർക്കും മലയാളം അറിയാവുന്ന ആർക്കും, സക്കാഫിമാര് ഈ സദസ്സിൽ ഇവിടെ പരിസരത്തുണ്ടെങ്കിൽ വന്നു നോക്കാം. KVM കുന്താവൂരിന്റെ പുസ്തകമാണിത്. ഇത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ ദീനിന്റെ നടുക്കണ്ടോ, മനസ്സിലായില്ലേ? അടുത്തത് സൂറത്തുൻ നംല്. ഈ സൂറത്തുൻ നംലിനെ പറ്റി നഹലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കണെന്നറിയോ? അത് തൗഹീദാണ്. ആ അധ്യായം മുസ്ലിം ഉമ്മത്ത് അവഗണിച്ചാ പിന്നെ ഇവരുടെ പൗരോഹിത്യം വെളിവാകാതെ വരില്ലോ. അതിനു വേണ്ടി നോക്കിക്കോളൂ നിങ്ങൾ. അതവർ പഠിച്ചാൽ ഇവരുടെ പൗരോഹിത്യം പൊളിഞ്ഞു പോകും. ഓരോ വാദങ്ങളും ഈ സൂറത്തു നഹൽ എന്നൊക്കെ പറഞ്ഞാൽ സുലൈമാൻ നബീന്റെ പേരിൽ നുണ പറയുന്നൊക്കെ ആ അധ്യായം വായിച്ചാൽ വായിക്കുന്നവന് മനസ്സിലാവും. അത് വായിക്കാതിരിക്കണമെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കണ്ടേ? ഖുർആനിലെ 27-ാം അധ്യായമാണ് സൂറത്ത് നംല്. ഈ നംലിനെ പറ്റി പറയാം. വല്ല തോട്ടത്തിന്റെയും അതിരിന്മേൽ അത് എഴുതി സ്ഥാപിച്ചാൽ ആ തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്ന സകല മരത്തിന്റെയും പഴങ്ങൾ കൊഴിഞ്ഞു വീഴും. ആൾപ്പാർപ്പുള്ള വീടുകളിൽ വെച്ചാൽ അതും തകരും. ഖുർആനിലൊരു അധ്യായത്തെ പറ്റി പറയാം. നെക്സ്റ്റ് ഒരു അധ്യായം സൂറത്തു റൂമിനെ പറ്റി പറയാം. എന്താ പറയുന്നത് അറിയോ? അത് എഴുതി വായ കുടുങ്ങിയ കുപ്പിയിലിട്ട് കണ്ടില്ലേ? ചില വീടിന്റെ 4 കോർണറുകളിലും വായ കുടുങ്ങിയ കുപ്പി കൊണ്ടുവച്ചിട്ട് കെട്ടിവെച്ചിട്ടുള്ളത്. ഇതാ കേട്ടോളി. വാ കുടുങ്ങിയ കുപ്പിയിലിട്ട് ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുവച്ചാൽ ആ വീട്ടുകാരെല്ലാം രോഗികളായി മാറും. അവിടെ അതിഥികളായി ആരെങ്കിലും വന്നാൽ, അവിടെ അതിഥികളായി ആരെങ്കിലും ചെന്നാൽ അവരും രോഗികളാകും. അത് മഴവെള്ളത്തിൽ കലക്കി മൺപാത്രത്തിലാക്കി ആർക്കെങ്കിലും കുടിപ്പിച്ചാൽ അവരും രോഗികളാകും. അതുകൊണ്ട് മുഖം കഴുകിയാൽ കണ്ണിന് രോഗമാകും. ചിലപ്പോൾ കണ്ണ് പൊട്ടി എന്നും വരും. നിങ്ങൾ വായിച്ചു നോക്കുന്നില്ല? ഫോട്ടോസ്റ്റാറ്റ് പോലെയല്ലേ ഞാൻ കൊണ്ടുവന്നത്, ഒറിജിനൽ കൊണ്ടുവന്നതാ. ഇത് 2000 കോപ്പിയാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ വിതരണം ചെയ്തത്. ആരാ? KVM പന്താവൂർ. ഇയാൾക്ക് ഖുർആൻ പരിഭാഷയുണ്ട്. സത്യത്തിൽ ഇയാളെ കാണുമ്പോൾ തന്നെ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത്ര അപകടം. ഇതെന്തിനാ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് മാനവരാശിയെ തെറ്റിക്കാനുള്ള ഏറ്റവും കുൽസിതമായ ശ്രമം ഇസ്ലാമിന്റെ പുറത്തു നിന്നല്ല, ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖുത്ബിയത്ത് ബൈത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. കൊടശ്ശേരി അബ്ദുൽ ഹമീദ് ഫൈസി ഒരു ഖുത്ബിയത്ത് ബൈത്ത്. അത് ചെല്ലേണ്ട വിധം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തറിയോ? ഒഴിഞ്ഞ ഒരു സ്ഥലം നന്നായി തെരഞ്ഞെടുത്ത് അടിച്ചു തുടച്ച് വൃത്തിയാക്കുക, ഒരു പൊടി പോലും ഇല്ലാതെ. എന്നിട്ട് അവിടെ സുഗന്ധം പൂശിയിട്ട് വേണം ഖുത്ബിയത്ത് ബൈത്ത് ചെല്ലാൻ.
ആലോചിച്ചു നോക്കൂ. ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം വിശുദ്ധ ഖുർആൻ ഇപ്രകാരം പാരായണം ചെയ്തിട്ടുണ്ടോ? ഒരൊഴിഞ്ഞ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ അടിച്ചു വൃത്തിയാക്കി പൊടി പോലുമില്ലാതെ സുഗന്ധം പൂശി അവിടെ ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട് ഒരു മുസ്ലിം ഇല്ല. പക്ഷേ ഖുതുബിയത്ത് ബൈത്തി അല്ലാൻ ഇപ്രകാരം. എന്താ ഖുതുബിയത്ത് ബൈത്തിയിലുള്ളത്? 1000 വട്ടം ഔസുൽ ആലമിനെ വിളിക്കലാണ്, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. അത് പഠിച്ചു മനസ്സിലാക്കുന്നിടത്ത് അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇന്നതല്ലാത്ത എല്ലാ കാര്യങ്ങളും, മഹിദീൻ മാല, വഹദത്ത് മാല, മഞ്ഞക്കുളം മാല, അതുപോലെ പല മാലകളും ആളുകൾ പാടുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഖുത്ബിയത്ത് ബൈത്തിനെ സംബന്ധിച്ച് പറയുന്നത് തന്നെ പള്ളികളിലും നമ്മുടെ വീടുകളിലും, മിക്ക പള്ളികളിലും വീടുകളിലും വളരെ ഭക്തി ആദരവോടെ പുണ്യങ്ങൾ പ്രതീക്ഷിച്ച് പാരായണം ചെയ്യുന്ന ഒന്നാണല്ലോ ഖുത്ബിയത്ത് ബൈത്ത്. ഖുത്ബിയത്ത് ബൈത്ത് ഇസ്ലാം പഠിപ്പിച്ചതാ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതാ? അല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചൊല്ലിയ ഖുത്ബിയത്ത് ബൈത്ത് ഏതാ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അവർക്കാർക്കും അത് പരിചയമില്ല, അവരാരും അത് കാണിച്ചു തന്നിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ നമസ്കരിക്കാറുണ്ട്. നമ്മൾ നമസ്കരിക്കുമ്പോൾ ആരോടാ പ്രാർത്ഥിക്കുക? പടച്ച തമ്പുരാനോടാണ് പ്രാർത്ഥിക്കുക. ഖുത്ബിയത്തിലോ പ്രാർത്ഥന മുഴുവനും മൊയ്തീൻ ഷെയ്ഖിനോടാണ്. 1000 വട്ടം മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കണം. 1000 വട്ടം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഫ്രീ ആയിട്ട് 10 വട്ടം പടച്ചോനെ വിളിച്ചോലുണ്ട് നമ്മുടെ സദസ്സിൽ? 1000 വട്ടം 100 വട്ടം അള്ളാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ അള്ളാഹിനെ വിളിച്ച്? ഇവിടെ പറയുന്ന 1000 വട്ടം മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് മുശ്രിക്കായിക്കോ, നാളെ നരകത്ത് കിട്ടുവോന്ന്. മനസ്സിലായോ? അത് പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്നിട്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഖുർആൻ വായിക്കേണ്ടതിന്റെ, ഹദീസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയാ പറയുന്നത്. ജബലുർ റഹ്മയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 ജബലുർ റഹ്മയിൽ ചരിത്ര പ്രസിദ്ധമായ മാഗ്ന കാർട്ട, 1ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ്? തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോകില്ല. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അത് വായിക്കാൻ ഇവിടെ ആളെ കിട്ടുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് നമ്മെ കുറിച്ച് പരാതി പറയും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പരാതി പറയും. ആലോചിക്കണം. സുന്നിയും മുജാഹിദും ജമാഅത്തും ഖാദിയാനും തബ്ലീഗും എല്ലാവരും ആലോചിക്കണം. എന്താലോചിക്കണം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പരാതി പറയും. എന്താണ് പരാതി? അള്ളാഹുവിനോടാണ് പരാതി ബോധിപ്പിക്കുന്നത്. ആരാണ് പരാതി ബോധിപ്പിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കുറിച്ചാണ് പരാതി പറയുന്നത്. എന്താണ് ആ പരാതി? വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ച തമ്പുരാനെ, എന്റെ സമുദായം, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞു എന്നാണ്. മനസ്സിലായോ? ഖുർആൻ അഗണ്യ കോടിയിൽ തള്ളി പറഞ്ഞാൽ ഖുർആൻ ആരെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? മുസ്ലിങ്ങൾ ആരും വലിച്ചെറിഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഖുർആനിന്റെ ആശയം, ഖുർആനിന്റെ ആദർശം, ഖുർആനിന്റെ തത്വസിദ്ധാന്തം അത് സ്വീകരിക്കാതെ, അതിനനുസരിച്ച് ജീവിക്കാതെ, അത് എന്തു പറഞ്ഞുവോ അത് ഉൾക്കൊള്ളാതെ ജീവിച്ചു പോയ ഒരു വിഭാഗത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. എന്ത്? വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാതെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പഠിക്കാതെ, വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു ജീവിക്കണമെന്ന് പറഞ്ഞുവോ അത് അംഗീകരിക്കാതെ അങ്ങനെ ജീവിച്ചു പോയ ആളുകൾ, ആ ആളുകളെ പറ്റി പരലോകത്ത് റസൂലുള്ള പരാതി പറയാ. എന്താ പരാതി? വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ സമുദായം ഖുർആനിനെ അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞു തമ്പുരാനെ. അഗണ്യ കോടിയിൽ വിശുദ്ധ ഖുർആനിനെ പഠിക്കാത്തവർ, അവർ ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാ പറയുന്നത്. ശരിക്ക് ചിന്തിച്ചോ? ഖുർആനിനെ പറ്റി റസൂലുള്ള പറയാ,
ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട്? ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക. ശരിക്കും ശ്രദ്ധിക്കണം. ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക എന്നാ നബി പറയുന്നത്. ആ ഖുർആൻ പഠിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ടോ? ആ ഖുർആൻ പഠിക്കാൻ ഇവിടെ ആളുകളുണ്ടോ? ഇത് രണ്ടും ചിന്തിക്കണം. മത്സരയെ പറ്റി പറയുമ്പോ മത്സരയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്തല്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ വഫീലിഹി വഖൗലിഹി വതഖ്രീരിഹി, പ്രവാചകന്റെ വാക്ക്, പ്രവാചകന്റെ മൗനാനുവാദം, പ്രവാചകന്റെ കർമ്മങ്ങൾ, ഇതെല്ലാം തന്നെ സുന്നത്തായി വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇത് പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് ആർ ജീവിക്കുന്നുവോ അവർക്ക് വിജയം എന്നാണ് പറയുന്നത്. അവൻ നബിക്ക് പരാതി എന്താ? ഖുർആൻ പഠിച്ചില്ല എന്നാണ്, ഖുർആനിനെ മനസ്സിലാക്കിയില്ല എന്നാണ്, അല്ലേ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതി. ഇനി വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുന്ന വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ വേദഗ്രന്ഥം മാനവരാശിയിലെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഹൃദയത്തിന് ശമന ഔഷധമാണ്, മനസ്സിന് സമാധാനമാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. അല്ലേ, അല്ലാഹ് പറയാണ് ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 57-ാമത്തെ സൂക്തത്തിലൂടെ പറയാവനു. അല്ലാഹ് പറയാണെന്ത്? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും. ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ അടുത്തു നിന്ന് ഒരു മൗഇളത്ത്, ഒരു സദുപദേശം ഇതാ വന്നിരിക്കുന്നു. ആ സദുപദേശം ആരനുസരിക്കുന്നുവോ അത് റഹ്മത്താണ്, അത് ഹുദയാണ്, മാർഗദർശനമാണ്. അതുകൊണ്ട് ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ, ആ ഖുർആൻ നിങ്ങൾക്ക് അല്ലാഹു നൽകി എന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ. അല്ലാഹു ഖുർആനെ പറ്റി പറയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാ. അല്ലാഹു ഖുർആനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ വേദഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നത്. മാനവരാശിയെ ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ ഗ്രന്ഥം നയിക്കുന്നത് എന്ന് അല്ലാഹു ഖുർആനിൽ പറയാണ്. ഖുർആനിലെ 17-ാം അധ്യായം 9-ാമത്തെ സൂക്തത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അഥവാ ഏറ്റവും ചൊവ്വായതിലേക്ക് എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, പരലോകത്ത് സ്വർഗത്തിന്റെ സ്ഥിതി എന്താ, നരകത്തിന്റെ സ്ഥിതി എന്താ, അവിടെ നന്മ ചെയ്തവന്റെ അവസ്ഥ എന്താ, തിന്മ ചെയ്തവന്റെ അവസ്ഥ എന്താ, വിവാഹ ബന്ധങ്ങൾ എങ്ങനെ, സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ, ജീവിത രീതികൾ എങ്ങനെ, എന്തായിരിക്കണമെന്ന്, അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വൈയക്തികവും വൈദേശികവും രാഷ്ട്രീയവും രാഷ്ട്രാന്തരീയവും സാമ്പത്തികവും ദാമ്പത്തികവുമായ അഖീദാപരമായ ജീവിതത്തെ ബാധിക്കുന്ന മുഴുമേഖലകളിലേക്കും അല്ലാഹു ഖുർആനിലൂടെയും പ്രവാചകൻ തിരുസുന്നത്തിലൂടെയും വെളിച്ചം വീശി, ആ വെളിച്ചം വീശിയ സുന്നത്തുകൾ, ആ വെളിച്ചം വീശിയ ആദർശങ്ങൾ, ആ വെളിച്ചം വീശി കാണിച്ചു തന്ന വഴികൾ, ആ വഴികൾ അവലംബിച്ച് ആർ ജീവിക്കുന്നുവോ അവർ അല്ലാ തഖാഫു വലാ തഹ്സനു, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതില്ല. ആര് ദുഃഖിക്കേണ്ടതില്ല, ആര് ഭയപ്പെടേണ്ടതില്ല? ശരിക്കൊന്ന് ആലോചിക്കണം. അല്ലാഹു ഖുർആനിൽ പറയാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗലോകത്തുനിന്ന് പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോ അല്ലാഹു വിലക്കിയ മരത്തിന്റെ കനി തിന്നിട്ട് ഭൂമി ലോകത്തേക്ക് ആദ്യ പിതാവായ ആദം നബി കടന്നു വരുമ്പോ അല്ലാഹു ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു വർത്താനം പറയുന്നുണ്ട്. ആദമേ, സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടോ? സ്വർഗത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ചെയ്യേണ്ട വിഷയം ഇതാണ്. ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താ അവിടെ ചെയ്യേണ്ടത്? അല്ലാഹ് പറയാണ്, സൂറത്ത് ബഖറ 2-ാം അധ്യായം 38-ാമത്തെ സൂക്തമാണ്. 38-ാമത്തെ സൂക്തം അല്ലാഹ് പറയാണെന്ത്? ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. ഈ സ്വർഗത്ത് നിങ്ങളൊക്കെ പുറത്തിറങ്ങി പോകണം. എന്നിട്ട് മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം ആർ പിന്തുടരുന്നുവോ
അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. കണ്ടോ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. 60 കൊല്ലം ജീവിച്ചിട്ട് ആ ജീവിതം ബാത്തിലായി പോയല്ലോ എന്നവർക്ക് മുഷിപ്പില്ല. അതുപോലെ വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തെ കുറിച്ചോർത്തിട്ട് എന്റെ നരകമാണോ, ഞാൻ നരകത്തിലാണോ, അല്ല ഞാൻ സ്വർഗത്തിലാണോ, എന്റെ ജീവിതം പാഴായിപ്പോയോ എന്നൊരു ചിന്ത അവനോട് ആവശ്യമില്ല. കാരണം അവൻ അല്ലാഹുവിന്റെ കൽപ്പനകളെ ഒന്നൊന്നുയ്യാതെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. അല്ല എന്താ പറഞ്ഞത്, എന്തനുസരിക്കാനാ പറഞ്ഞത്, റസൂലുള്ള എന്താ പ്രഖ്യാപിച്ചത്, റസൂലുള്ളാഹിന്റെ സഹാബത്ത് നബിയിൽ നിന്ന് ദീൻ എങ്ങനെയാ പഠിച്ചത്, അത് പ്രകാരം ദീനിനെ പഠിച്ച് അത് പ്രകാരം മനസ്സിലാക്കി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ നന്മ നിറഞ്ഞ് ജീവിച്ചുവോ അവർ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത്. ഹാമീൻ സജദ എന്നും അതിന് പേരുണ്ട്. ആ അധ്യായത്തിലെ 30-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. അല്ലാഹുവാണ് റബ്ബായി അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവൻ, അല്ലാഹുവാണ് റബ്ബെന്ന് തൃപ്തിപ്പെട്ടവൻ. സുമ്മ ഇസ്തഖാമൂ, പിന്നെ ഇസ്തിഖാമത്തോടുകൂടി നിലകൊണ്ടവൻ, നേരെ ചൊവ്വേ നിലകൊണ്ടവൻ. ജീവിതത്തിന്റെ ഏതൊക്കെ രംഗങ്ങളിൽ എന്തൊക്കെ പാലിക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെ എഴുന്നേൽക്കണം, എഴുന്നേറ്റിട്ട് എന്ത് പ്രാർത്ഥിക്കണം, ബാത്റൂമിൽ അവൻ എങ്ങനെ പ്രവേശിക്കണം, ഭാര്യയോട് അവൻ എങ്ങനെ ബന്ധപ്പെടണം, മക്കളോട് അവൻ എങ്ങനെ സംസാരിക്കണം, അവന്റെ കച്ചവടം അവൻ എങ്ങനെ ക്രമീകരിക്കണം, അവന്റെ വസ്ത്രം എങ്ങനെ ആയിരിക്കണം, അവന്റെ സമ്പാദ്യങ്ങൾ എന്തായിരിക്കണം, അവന് വീടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തായിരിക്കണം, അവൻ താമസിക്കുന്ന വീടിന്റെ അവസ്ഥ എന്തായിരിക്കണം. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഇസ്ലാമികമായി രൂപകൽപ്പന ചെയ്തിട്ടില്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 208-ാമത്തെ സൂക്തമാണ്. അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. വിവാഹത്തെ ചെറുപ്പക്കാരന് തൽക്കാലൊക്കെ മുജാഹിദാണ്, പക്ഷേ സ്ത്രീധനം വാങ്ങണം, അതുകൊണ്ട് ആദ്യത്തെ യോഗങ്ങളിലൊക്കെ ഒന്ന് പോകാതിരിക്കുക, കല്യാണം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഗൗരവമായി മുജാഹിദാവാം എന്ന് വിചാരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. കല്യാണം നടക്കുമ്പോൾ സ്ത്രീധനം വാങ്ങാം, ഹറാമ് വാങ്ങാം, ഹലാല് നോക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ മഹ്ശറയുടെ കാര്യം കഷ്ടമാണ്. നീ എവിടുന്ന് സമ്പാദിച്ചു, വൈനാമ്പക്ക എവിടെ ചെലവഴിച്ചു എന്ന് ചോദ്യമുണ്ട്. ആദമിന്റെ മകന്റെ കാൽപാദങ്ങൾ ചലിക്കില്ല. പൊന്നുമോനെ, നീ ഇതെവിടുന്ന് സമ്പാദിച്ചു മോനെ എന്ന ചോദ്യമില്ലാതെ അവന് പരലോകത്ത് വിജയിക്കാൻ സാധ്യമല്ല. ഒരു നാണയത്തുട്ട് നീ സമ്പാദിച്ചിട്ടുണ്ടോ, നിന്റെ റബ്ബിനോട് നീ ബോധിപ്പിക്കേണ്ടി വരും. ഒരനാവശ്യമായൊരു കാര്യം നീ നിന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ, കാപട്യം നീ നിന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ, മുനാഫിക്കിന്റെ ലക്ഷണം നീ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ, ഈ പ്രവർത്തനങ്ങളെല്ലാം നീ ചെയ്തിട്ടുണ്ടോ, നിന്റെ പരലോകം ഭയാനകരമാണ്, നിന്റെ പരലോകത്തിന്റെ കഷ്ടമാണ്, വിചാരണ ഗൗരവമാണ്. നിസാരമായ വിചാരണയല്ല നിനക്കുള്ളത്, അത് ഗൗരവപ്പെട്ട വിചാരണയാണ്. ഇത് ബോധ്യപ്പെടുത്തുക. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. നിന്നെ എങ്ങനെയൊക്കെ സൃഷ്ടിച്ചുവോ, ഒന്നുമില്ലായ്മയിൽ നിന്നെ പടച്ചുവോ, ഹല്ലതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകും ശൈഅൻ മദ്കൂറാ, പറയപ്പെടാനൊന്നുമല്ലാത്ത, പ്രവചിക്കപ്പെടാനൊന്നുമല്ലാത്ത, നിർവചിക്കാനൊന്നുമല്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ മനുഷ്യരെ? ഉണ്ട് എന്നേ മറുപടിയുള്ളൂ, ഇല്ല എന്ന് മറുപടിയുണ്ടോ? ഉണ്ട് എന്ന മറുപടി അല്ലേ? സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 1-ാമത്തെ സൂക്തമാണ്. ഒന്നുമല്ലാത്തൊരവസ്ഥ, പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ, പറയാൻ പറ്റാത്ത അവസ്ഥ. ഇന്നോ നമുക്ക് അഡ്രസ്സുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. ഇന്നിടത്ത് ഇന്നാളുടെ മകൻ, ഇന്ന് ജോലിക്കാരൻ, ഒരു അഡ്രസ്സുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മരണാനന്തര ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുമ്പ് കൂടുതലായി ഗൗരവമായി ആലോചിക്കണം. അത് മരണം, ആ മരണം വരുന്നതിന് മുമ്പ്, അതുകൊണ്ട് ആ ഉറക്കിൽ പോലും ഒളു ചെയ്യണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോ ഒരു മരണമാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സുന്നത്തായി പഠിപ്പിച്ച കാര്യം ശ്രദ്ധിച്ചോ. നമസ്കാരത്തിന് പോകുന്ന പോലെ നീ ഒളു ചെയ്യണം. യാ ബാദർ, റസൂലുള്ളാഹി പറയാണ്, നീ നിസ്കരിക്കാൻ പോകുന്ന പോലെ ഒളു ചെയ്യണം. കാരണം അതോടുകൂടി നിന്റെ ജീവിതം അവസാനിക്കണമെങ്കിലോ ഒളു ചെയ്തിട്ട് വേണം നീ കിടപ്പറയെ സമീപിക്കാൻ. കിടപ്പറയിലേക്ക് ചുമ്മാ ചെന്നാ പോരാ, കിടപ്പറയിലെ വിരികളൊക്കെ മുട്ടി നോക്കണം. എന്തെങ്കിലും ഏജന്തുക്കൾ അവിടെ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം.
നിന്റെ തലയാണ ഉറ പരിശോധിക്കണം, നിന്റെ ബെഡിലെ വിരികൾ പരിശോധിക്കണം. എന്നിട്ട് നീ നിന്റെ ശരീരത്തെ ബെഡിലേക്ക് വെക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ കിടക്കുമ്പോ അള്ളൊരു മനുഷ്യനെ കൊണ്ട് തൗഹീദ് പറയിപ്പിക്കുക, തൗഹീദിന്റെ കാര്യം പഠിപ്പിക്കുക. ആയത്തുൽ കുർസി തൗഹീദാണ്. അല്ലാതെ അവനെ കൊണ്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന ആയത്തോദിക്കല്ല, അവനെ തൗഹീദാണ് ഓദിക്കുന്നത്. കാരണം മരത്തെ വിവരിക്കുകയാണ്. മരണമാണ് യഥാർത്ഥത്തിൽ ഉറക്ക് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, എന്റെ സഹാബത്തെ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന പോലെ നിങ്ങൾ മരിക്കും, നിങ്ങൾ ഉണരുന്ന പോലെ, നിങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേക്കുന്ന പോലെ നിങ്ങൾ എഴുന്നേറ്റ് വരും. അങ്ങനെ നരകത്തിന് കബറിന്ന് മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആ കബറിന്ന് ഇങ്ങനെ എഴുന്നേക്കുമ്പോൾ ചോദിക്കും, കാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 52-ാമത്തെ സൂക്തമാണ്. കാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ആരാ എന്നെ ഉറക്കുന്ന് വിളിച്ചുണർത്തിയത്? എന്താ അവന്റെ ചോദ്യം? ആരാടോ എന്നെ ഉറക്കുന്ന് വിളിച്ചുണർത്തിയത്? ഗുഹാവാസികളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അസ്ഹാബുൽ ഖൗഫിനെ 300 കൊല്ലമാണ് അല്ലാഹു അവരെ മരിപ്പിച്ച് കിടത്തിയത്. 3 നൂറ്റാണ്ട്, നീണ്ട 3 നൂറ്റാണ്ട്. അവരെന്നിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ എന്താ? ദിവസത്തിന്റെ പാതി, 2 ദിവസം, 3 ദിവസം, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണ് അവരതിനെപ്പറ്റി പറഞ്ഞത്. കാരണം അവർക്ക് അനുഭവപ്പെട്ടത് 3 നൂറ്റാണ്ട് വളരെ സ്പീഡിൽ പ്രകാശവേഗതയിലാ കടന്നുപോയത്. അവർക്ക് അനുഭവപ്പെട്ടത് ഒരു ഹാഫ് ദിവസം പോലെയാണ്, ഒരു ഹാഫ് ഡേ പോലെയാണ്. കാരണം ഉറക്കങ്ങനെയാണ്. രാത്രി 10 മണിക്കൊന്ന് കിടന്നാൽ രാവിലെ അലാറം അടിക്കുമ്പോ ഇത്ര പെട്ടെന്നായോ നേരം പ്രഭാതമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു മരണം. അതുകൊണ്ട് നീ ഒളു ചെയ്തോ, ആയത്തുൽ കുർസി ഓതിക്കോ. അത് കഴിഞ്ഞിട്ട് സൂറത്ത് ഇഖ്ലാസ് തൗഹീദാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് സൂറത്ത് ഇഖ്ലാസ്, ഫലഖ്, അന്നാസ്, ഇതൊക്കെ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രകടനങ്ങളും തൗഹീദിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങളും ആരോടാണ് തേടേണ്ടത് എന്നതിന്റെ നിദർശനവും ഒക്കെയാ പ്രാർത്ഥന. അങ്ങനെ ഇഖ്ലാസ് മുതൽ അന്നാസ് വരെ ഓതിയിട്ട് കയ്യിലൂതി, അല്ലേ? റസൂലുള്ള പറയാ, കയ്യിലൂതി ശരീരം മുഴുവനും തടവി വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നോ. അങ്ങനെ ഉറങ്ങുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്, എത്ര മുജാഹിദുകളുണ്ട് ഒന്ന് ആലോചിച്ചു. കൊതുകെടുത്തിട്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇതൊക്കെ ചൊല്ലി എന്നിട്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു വിസ്മിക റബ്ബി വലതു ജംബി എന്ന് പറഞ്ഞിട്ട് പാർശ്വത്തെ വെക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹുമ്മ, പടച്ച തമ്പുരാനോട്, പടച്ചവനെ, ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ അങ്ങനെ ശിരസങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന, പടച്ചവനെ, ഇതൊരു മരണമാണ്, ഇതൊരു മരണമാണ്, ഉറക്കുമാണ്. ഈ മരണത്തിന് ശേഷം എന്നെ ഉണർത്തണം. അങ്ങനെ ഉണരുകയാണെങ്കിൽ നീ എന്നെ സദ്വൃത്തരായ, ഇനി മരിക്കുകയാണെങ്കിലോ സദ്വൃത്തരായ ആത്മാക്കളുടെ കൂടെ എന്റെ ആത്മാവിനെ കൊണ്ടുവെക്കണം. ഇത് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചിട്ട് അവൻ കിടക്കുന്നത്. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ തതജാഫാ ജുനൂബഹും അനിൽ മദാജി യദൂന റബ്ബഹും ഖൗഫൻ വതമാ. സൂറത്തു സജദ 32-ാം അധ്യായം 16-ാമത്തെ സൂക്തം. അവിടെ നിന്ന് അവന്റെ പാർശ്വങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരിക. റബ്ബ് നൽകിയ മഹാനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ. ഭാര്യ കിടന്നുറങ്ങുകയാണ്, അല്ലേ? ആയിഷാ ബീബി പോലും കിടന്നുറങ്ങുമ്പോ മുത്തുനബി എഴുന്നേറ്റ് നിന്നിട്ട് നിസ്കരിക്കുക. ആയിഷാ ബീവിയുടെ കാല് പ്രവാചകൻ സുജൂദ് ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് വന്നപ്പോ കാലിങ്ങനെ മാറ്റിവെക്കുക. അപ്പൊ ആയിഷാ ബീവി ഉറങ്ങുക, റസൂലുള്ള തഹജ്ജുദ് നിസ്കരിക്കുക. റസൂലുള്ളാഹിനോട് ചോദ്യം, നബിയെ, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ സകലമാന പാപങ്ങളും പൊറുക്കപ്പെട്ട ആളല്ലേ അങ്ങ്? എന്തിനാണ് അങ്ങ് ഇത്ര കഷ്ടപ്പെടുന്നത്? പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, രാത്രി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. റജുലുൻ, റസൂലുള്ള പറയാണ്, സബ്അത്തു യുളില്ലുഹുമുല്ലാഹു ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകും. അർശിന്റെ തണൽ നൽകുന്നതിൽ ഒരു വിഭാഗമാരാ? റജുലുൻ ഖൽബുഹു, ലേ റസൂലുള്ള പറയ, റജുലുൻ ഖൽബുഹു ദക്കറല്ലാഹു ഖാലിയൻ ഫഫാലത്ത് ഐനാഹു. കരഞ്ഞിട്ട്, അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാര ഒഴുകുന്ന ഒരടിമ. അത് സ്ത്രീയാവാം, പുരുഷനാവാം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് പെണ്ണാവാം, ആണാവാം. എന്നിട്ട് ഉറക്കത്തു ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോ ഭർത്താവ് ഉറങ്ങിക്കിടക്കുക, ഭാര്യ ഉറങ്ങിക്കിടക്കുക, മക്കൾ ഉറങ്ങിക്കിടക്കുക, ബാപ്പയും ഉമ്മയും ഉറങ്ങിക്കിടക്കുക, അയൽപ്പക്കമെല്ലാം കൂർക്കം വലിച്ചുറങ്ങുക. ആ സമയത്ത് ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അവൻ പ്രാർത്ഥിക്കുമെന്ന ആരാ പറയണ? അല്ലാഹു ഖുർആനിൽ പറയാ, ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി പറയാ. ആരാ ഇബാദുർ റഹ്മാൻ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ
വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖുറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. തഹജ്ജുദിലും പ്രാർത്ഥിക്കാ, റബ്ബേ നരകം ഭയാനകരമാണ്, ആ നരകത്ത് നിങ്ങളെ രക്ഷിക്കണേ, അതിന്റെ ചൂട് സഹിക്കാൻ കഴിയില്ല. പക്ഷേ അള്ളാഹിനോടാണ് തഹജ്ജുദിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നാ ഖുർആൻ പറയുന്നത്. അതാ ഇബാദുർ റഹ്മാന്റെ ഗുണം. സത്യവിശ്വാസികൾ നരകമോചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്നാ ഖുർആൻ പറയുന്നത്. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 63 മുതൽ 65 വരെയുള്ള ആയത്ത് വായിച്ചോ. പക്ഷേ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു. വനജ്ജിനി മിൻ ലളാ ഫീഹാ മഖാലിഖുഹു സുൽത്താന കുല്ലി വലിയും മഹിയദ്ദീനി. ലളാ എന്ന നരകത്തിൽ നിന്ന്, ലളാ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ പര്യായമാണ്. കല്ലാ ഇന്നഹാ ലളാ. അങ്ങനെയല്ല മനുഷ്യരെ, നരകം ഭയാനകരമാണ്, അത് കത്തിജ്വലിക്കുന്ന തീജ്വാലകളുള്ളതാണ്. 70 കൊല്ലം മുമ്പ് അങ്ങ് ആകാശത്തുനിന്നൊരു കല്ല് വീണിട്ട് റസൂലുള്ള പറയാണ്, സഹാബത്തെ നിങ്ങളൊരു ശബ്ദം കേട്ടോ? അതേ നബിയെ, എന്താണ് ആ ശബ്ദം എന്നറിയുമോ? നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് നരകത്തിലേക്ക് വീണതാ. 70 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് പ്രയാണം നടത്തിയിട്ട് 70 കൊല്ലം വേണ്ടി വന്നു അത് നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ. അത്ര മായമേറിയ നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കല്ലാ ഇന്നഹാ ലളാ. നരകം അങ്ങനെയല്ല, അത് ഭയാനകരമാണ്. ആ ഭയാനകരമായ നരകത്തിൽ നിന്ന് മോചനം. അതുകൊണ്ടാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു ഏത് ഫഅൻദർതുകും നാറൻ തലല്ലാ എന്ന ആയത്തോതിയപ്പോ ബോധരഹിതനായി നിലത്തു വീണത്. ബോധരഹിതനായി നിലത്തങ്ങോട്ട് വീണു. എന്നതിനർത്ഥം ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. ആയത്തിങ്ങോട്ട് കേട്ടപ്പോ ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി ബോധം കെട്ടിട്ട് അങ്ങോട്ട് വീഴുക. അല്ലേ? നമ്മളെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് മന്ത്രിമാരും ഭരണാധികാരികളുണ്ടല്ലോ, അല്ലേ? അവരാരെങ്കിലും അള്ളാഹിനെ പറ്റി കേട്ടിട്ട് ബോധം കെട്ടോ? അള്ളാഹിന്റെ പള്ളി പൂട്ടിക്കാൻ നടക്കുക ഒരു മന്ത്രിമാര്, അല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് രാജാക്കന്മാരെ പള്ളി മിനാരത്ത് ഇമാമത്തിക്കുക മന്ത്രിമാര്, ഭരണാധികാരികള്. നമ്മുടെ രാജ്യത്തോ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് അതേ ആയത്തിങ്ങനെ ഓതുക, റളിയല്ലാഹു അൻഹു. ആയത്തിങ്ങനെ ഓതിയിട്ട് ബോധം കെട്ടങ്ങട്ട് പോയി. ആളുകൾ ചുറ്റിലും ചെന്ന് നോക്കിയപ്പോ അന്തർത്തുക്കും നാറൻ തലല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ചുണ്ടിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അങ്ങനൊരു ബോധം എന്റെയും നിങ്ങളുടെയും ശരീരം ഈ ഖബറിൽ കൊണ്ടുപോയി വെക്കണം എന്നൊരു ബോധം. ആ ബോധമാണ് അല്ലാഹു ഖുർആനിലൂടെ ഉണ്ടാക്കി തരുന്നത്. ഖുർആനൊന്ന് വായിച്ചു നോക്കതിന്റെ ഗൗരവം ഒന്ന് പഠിച്ചു നോക്ക്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ജീവിക്കുമ്പോ സൂറത്ത് മുത്തഫിഫീൻ ഒന്ന് വായിച്ചു നോക്ക്. എങ്ങനെയത് വായിക്കുക? ഖുർആൻ തൊട്ടാ കണ്ണു പൊട്ടിപ്പോന്നല്ലേ എഴുതിയത്. പിന്നെ ഖുർആൻ വായിക്കുവോ? ഖുർആനെ കൊള്ള ചെല്ലുവോ? ഏതെങ്കിലും ഒരു കാരണവശാല് വീട്ടിൽ ഖുർആൻ കൊണ്ടുവച്ചാ വീട് പൊളിഞ്ഞു പോകുന്ന എഴുതിയത്. പിന്നെ ആ വീട്ടിലെ ആളുകൾ ഖുർആൻ കൊണ്ടുവെക്കുവോ? ആളുകൾ ഖുർആൻ പഠിക്കുവോ? മുസ്ലിം ഉമ്മത്ത് ഖുർആനിലേക്ക് വരുവോ? ഇല്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഖുർആനെ പറ്റി ചിന്തിക്കുന്നവരുണ്ടോ? അല്ലാഹു ഖുർആനിലെ സൂറത്ത് ഖമർ 54-ാം അധ്യായം 17-ാമത്തെ സൂക്തത്തിലും 22-ലും 32-ലും 40-ലും ആവർത്തിച്ച് ചോദിക്കുന്നു, എന്ത്? നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ഫഹൽ മിൻ മുദ്ദക്കിർ, എങ്കിൽ നിങ്ങൾക്കത് എളുപ്പമാക്കിയിരിക്കുന്നു. ഖുർആനിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാനും പഠിക്കാനും തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാനാ പറയുന്നത്. അള്ളാഹുവാണ് പറയുന്നത്. ഖുർആനിനെ നിങ്ങൾക്ക് എളുപ്പമാക്കി. ഒന്ന് വായിച്ചോ, ഒന്ന് പഠിച്ചോ, മനസ്സിലാക്കിക്കോ. അവ്യക്തതകൾ ചോദിച്ചു പഠിച്ചോ. അല്ലാഹു പറയാ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്-സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ചിന്താശക്തിയും നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് നിനക്ക് അറിവില്ലാത്ത നീ പിൻപറ്റല്ലേ. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ദീനാണോ എന്ന് പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല. കാക്കക്കാരണവന്മാരായ ആളുകൾ അനുഷ്ഠിച്ചു പോന്ന ഏതേത് കാര്യങ്ങളും ചന്ദനക്കുടം ഇസ്ലാമികമാണോ? ആന എഴുന്നള്ളത്തിൽ ഇസ്ലാമികമാണോ? ആനയെ കൊണ്ടുവന്ന് നെറ്റിപ്പട്ടം കെട്ടി ചെണ്ടമുട്ടി മദ്യപിച്ച് തുടിമുട്ടി വാദ്യമേളങ്ങളിൽ ഏർപ്പെട്ട് കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തി, അല്ലേ? ഇതൊക്കെ ദീനാണെന്ന ആളുകളുടെ വിചാരം, ഇതൊക്കെ മതമാണെന്ന ആളുകളുടെ വിചാരം. മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ
പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ എന്താ എല്ലാരും ഇങ്ങനെ പോവുക? വൈദാ ഖീല ഉത്തുബിയു മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ശൈത്വാനു യദൂഹും ഇലാ ദാബിസ് സഗീർ. അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അല്ലാഹു ഖുർആനിൽ പറയാണെന്ത്? ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 21, 22 സൂക്തം ഒന്ന് വായിച്ചു നോക്ക്. വൈദാ ഖീല ഉത്തുബിയു മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ശൈത്വാനു യദൂഹും ഇലാ ദാബിസ് സഗീർ. അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഖാലൂ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഏതൊന്നിലായി ഞങ്ങൾ കണ്ടുവോ അത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഞങ്ങളുടെ ബാപ്പ എങ്ങനെയാ ജീവിച്ചത്, ഞങ്ങളുടെ വല്യാപ്പ ഇങ്ങനെയാ ജീവിച്ചത്, ഞങ്ങളുടെ ഉസ്താദ് ഇങ്ങനെയാ ജീവിച്ചത്, ഞങ്ങളുടെ ഖാദിയാർ ഇങ്ങനെയാ കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ഏതൊരു ഉസ്താദാണ് ഒരു കാര്യം പറയുന്നതെങ്കിലും ഉസ്താദ് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മൗലവി ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ആയത്തിലൂടെയാണ് അതങ്ങനെ പറയുന്നത്, ഏത് ഹദീസിലൂടെയാണ് അതങ്ങനെ പറയുന്നത്, ഏതിന്റെ പിൻബലത്തിലാണ് നിങ്ങളിത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണോ, അമ്പിയാക്കൾ ചെയ്തതാണോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, 23 കൊല്ലം പ്രവാചകനായിട്ട് പ്രവാചകൻ ജീവിച്ചുവല്ലോ. 40-ാമത്തെ വയസ്സ് മുതൽ നുബുവത്ത് കിട്ടിയിട്ട് നീണ്ട 23 കൊല്ലം ത്യാഗപൂർണമായ ജീവിതം ആ പ്രവാചകൻ കഴിച്ചല്ലോ. മക്കത്ത് തന്നെ പ്രവാചകൻ 13 കൊല്ലം ജീവിച്ചല്ലോ. ആ 13 കൊല്ലക്കാലത്തിനിടയിൽ മക്കയിൽ ഒരു ഉറൂസ് നടത്തിയിട്ടുണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? മക്കത്ത് ഒരു ആന എഴുന്നള്ളത്ത് നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ചന്ദനക്കുടം ആന എഴുന്നള്ളത്ത് നടന്നിട്ടുണ്ടോ? മാത്രമല്ല, ഖുർആൻ കൊണ്ട് ആകെ കിട്ടിയെന്താണെന്നറിയോ? പള്ളിക്ക് നേരെ ആനയും കൊണ്ട് വന്നാൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നുകിട്ട വൈക്കോൽ കൂട്ടങ്ങളെപ്പോലെ ആനനാക്കി കളയുന്ന ആനനെ പള്ളിക്ക് നേരെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ആനയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങും ഇസ്ലാമിനില്ല. ഒരു ചടങ്ങുമില്ല ഇസ്ലാമില്. ആനയെ കൊണ്ടുവരിക, ചന്ദനക്കുടം നടത്തുക, നേർച്ചെടുത്ത്. ഞങ്ങൾ കാസർഗോഡ് ഇങ്ങോട്ട് വരുമ്പോ 2 മരത്തിനെ ചുറ്റി ഒരു പച്ച പുതപ്പ് വച്ച്, പച്ച കണ്ടോ അതൊക്കെ പടച്ചോന്മാരാണ്. പച്ച കണ്ടാൽ അതൊക്കെ പടച്ചോന്മാരാണ്. മരത്തിനെ പച്ച ഇല പൊതിപ്പിക്കുക, അത് ചോന്ന പൊതിഞ്ഞ മരം അങ്ങനെ തന്നെ നിൽക്കും. കറുപ്പ് ചുറ്റിയാൽ അങ്ങനെ തന്നെ നിൽക്കും. ഇനി വെളുപ്പും കറുപ്പും ചുറ്റിയാലും അങ്ങനെ തന്നെ നിൽക്കും. പച്ച ചുറ്റിയെ കണ്ടാൽ അത് ഇസ്ലാമിന്റെ നടുക്കണ്ടം. ആരെങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്? ആരെങ്ങളെ പഠിപ്പിച്ചത്? പച്ചയാണ് ഇസ്ലാമിന്റേത് പ്രതീകം. ഇവിടെ പച്ച ചിറ്റിയാൽ എല്ലാം തങ്ങൾ മര ഉലിയ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മര ഉലിയ, പാറ ഉലിയ, തേങ്ങ ഉലി, എന്തെല്ലാം. എന്നിട്ട് അതിനെ ആരാധിക്കുക, അവിടെ പോയി ഭക്തി ആദരവുകളോടെ നിൽക്കുക. എന്നിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ പഠനത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇടക്കിടക്ക് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തുകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോ ഞാൻ പറഞ്ഞു എവിടെ എങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ, നബി 63 കൊല്ലം ജീവിച്ചു. ഈ 63 കൊല്ലക്കാലത്തിനിടയിൽ നബിയുടെ ജന്മദിനം എത്ര ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു? ഏതെങ്കിലും ഒരു ദിവസം നബി പറഞ്ഞു ഇന്ന് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ഇന്ന് ആചാരങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്, മദീന അലങ്കരിക്കേണ്ടതുണ്ട്, മക്ക അലങ്കരിക്കേണ്ടതുണ്ട്, മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള റോഡിൽ നമ്മൾ ബ്ലോക്ക് സൃഷ്ടിച്ച് നബിദിന റാലി നടത്തേണ്ടതുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇല്ല. നിങ്ങൾ നോക്കൂ, സുബൈ എങ്ങനെ നിസ്കരിക്കണമെന്ന് ഹദീസ് നോക്കിയാൽ അതിലുണ്ട്. പെരുന്നാൾ നമസ്കാരം അത് ആഘോഷമാണ്, അതെങ്ങനെ ആഘോഷിക്കണം ഹദീസിലുണ്ട്. ഞാൻ ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സമൂഹത്തോടും ചോദിക്കുന്നു, നബിദിനം കഴിക്കേണ്ട വിധം ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വെല്ലുവിളിക്കൊന്നുമില്ല. നിങ്ങൾക്ക് സാധിക്കുമോ? ഇല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. ഓരോ കാലത്തും അത് മാറി മാറി വരിക, ഓരോ ഘട്ടത്തിനനുസരിച്ച് മാറി മാറി വരിക, അല്ലേ? ഈ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യവും പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, പരലോകത്ത് വരുമ്പോഴുള്ള അവസ്ഥ ഉണ്ടല്ലോ, ഹൗദുൽ കൗസർ, അവിടുന്ന് വെള്ളം മുക്കി തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു വരും, ഒരു വിഭാഗം ആളുകൾ. അപ്പൊ അവർക്കിടയിൽ പെട്ടെന്ന് ഷട്ടർ ഇടപെടും. ഷട്ടർ ഇടപെട്ടിട്ട് റസൂലുള്ളാഹി പറയും എന്റെ ഉമ്മത്താണ്, ഇങ്ങോട്ട് വിട്ടേക്കണം. അപ്പൊ അവിടുന്ന് വിളിച്ചു പറയപ്പെടും, എന്താണ്? റസൂലുള്ളാഹി, താങ്കളുടെ മരണശേഷം ദീനിൽ ബിദഅത്ത് കടത്തിക്കൂട്ടിയിട്ടുള്ള ആളുകളാണിവർ, അത് താങ്കൾക്കറിയില്ല.
അതുകൊണ്ട് അവർക്ക് ഹൗദുൽ കൗസറിന് വെള്ളം കുടിക്കാനുള്ള അവകാശമല്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ ഹദീസിന് രണ്ട് കാര്യം മനസ്സിലാകുക. ഒന്ന്, റസൂലുള്ള മരിച്ചിട്ട് പരലോകത്ത് റസൂലുള്ള വരുന്നവരെ ലോകത്ത് നടന്ന ഒന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിയില്ല. അതിനിത് വർക്ക് ചെയ്യണ്ടേ? ഇത് വർക്ക് ചെയ്താൽ കിട്ടുന്ന കാര്യം. ഇത് റസൂലുള്ളാഹിനോട് വിളിച്ചു പറയാണ് അവിടുന്ന്, റസൂലുള്ളാ, അങ്ങയുടെ വഫാത്തിന് ശേഷം ഇവര് മതത്തിൽ എന്തൊക്കെയാണ് കടത്തിക്കൂട്ടിയെന്ന് നിങ്ങൾക്കറിയില്ല. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? മരണവും ജീവിതവും തുല്യാണ്. ഔലിയാക്കള് മരിച്ചാലും അറിയും, ജീവിച്ചാലും അറിയും, ഖബറിലുള്ള അറിയും, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളൂ എല്ലാം അറിയും. അതറിയെങ്കിൽ റസൂലുള്ളാഹി എന്താ പറയാ? വിട്ട വണ്ടിന്ന് ആദ്യമേ പറയാ. റസൂലുള്ളാഹി പറയാ അവരെന്റെ ഉമ്മത്താണ്. എന്തേ അങ്ങനെ പറയാൻ? മറിഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ട്, മരിച്ചതിന് ശേഷം ഒന്നും അറിയാത്തത് കൊണ്ട് അല്ലേ? ജീവിച്ചിരിക്കുമെന്ന് തന്നെ റസൂലുള്ളാഹിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഫതഹില് 48-ാം അധ്യായത്തിൽ ഉദൈബിയ സന്ധിയെ പ്രശംസിച്ചുകൊണ്ടിറങ്ങിയ ആ ഉദൈബിയ സന്ധി വേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കത്തേക്ക് സന്ധി സംഭാഷണത്തിന് വേണ്ടി ആര് പറഞ്ഞയച്ചു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. നബിക്ക് ഇങ്ങോട്ട് കിട്ടിയ വിവരം എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കിംവദന്തി പരന്നു. ഇല്ലാത്തൊരു വാർത്ത. ശരിക്കും മനസ്സിലാക്കിക്കോ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചത്. മദീനയിലുള്ള റസൂലുള്ളാഹിയാണ് ആ സന്ധി സംഭാഷണത്തിന് മക്കത്തേക്ക് അവരുടെ ശത്രു സഖ്യത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന ഇല്ലാത്ത കള്ളവാർത്ത പ്രചരിച്ചു. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒയ്ബറിയുമായിരുന്നു നബിക്കെങ്കിൽ ബൈഅത്തുർ റിദ്വാൻ എന്നൊരു പ്രശ്നം ഉണ്ടാവുമോ? തലച്ചോറുള്ളവർക്കൊക്കെ ചിന്തിക്കാം. ബൈഅത്തുർ റിദ്വാൻ ഖുർആൻ ആയത്ത് തന്നെ അതിൽ പറഞ്ഞു. താങ്കളോട് ഇവിടെ ആ മരത്തിന്റെ ചോട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്തവരെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നാ വിചാരിച്ചത്. നുണ പ്രചരിപ്പിച്ചപ്പോ നബി അത് വിശ്വസിച്ചു പോയി. കാരണം എന്താ? അദൃശ്യം അറിയാനുള്ള കഴിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണല്ലോ കൊല്ലപ്പെടാത്ത ഒരു അല്ലെങ്കിൽ ആരാൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ച് അവർക്കെതിരെ മരിക്കുന്നവരെ യുദ്ധം ചെയ്യാൻ റെഡി ഉണ്ടോ എന്ന് ആളുകളോട് റസൂൽ ചോദിച്ചത്. നോക്കൂ, ഒരു വിഭാഗം അയാളെ കൊന്നിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല, അങ്ങോട്ട് എന്നിട്ട് വെറുതെ ആരോ പ്രചരിപ്പിച്ചതാണ്. പക്ഷെ പ്രവാചകൻ പോലും വിശ്വസിച്ചു. എന്നിട്ട് നബി സഹാബികളോട് യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞു. മരിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് സഹാബികൾ പ്രതിജ്ഞ ചെയ്തു. അതാണ് ബൈഅത്തുർ റിദ്വാൻ. ആലോചിച്ചു നോക്കൂ. അപ്പോ ഈ പറയുമായിരുന്നെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവരെ കൊന്നിട്ടില്ല. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പാറയും ഞാൻ എന്ന് നബി പറഞ്ഞോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു രംഗമുണ്ടായത്. അതുകൊണ്ട് ഏത് രംഗത്തെയും ഇസ്ലാമികമായി പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഹൗദുൽ കൗസറിന് വെള്ളം മുക്കി കൊടുക്കുന്ന രംഗം ബിദ്അത്തുകാരായ ആളുകൾക്കില്ല. ബിദ്അത്ത് അത്ര ഗൗരവമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ബിദ്അത്ത് ചെയ്യുന്നവന്റെ അമല് സ്വീകരിക്കാൻ അല്ലാഹ് ഏറെ വിസമ്മതം പ്രകടിപ്പിക്കുന്നതാണ്. ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന്റെ അമല് സ്വീകരിക്കാൻ, അവന്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു ഏറെ വിസമ്മതം കാണിക്കുമെന്നാണ് ഹദീസിൽ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ബിദ്അത്തിനെ ഗൗരവമായി കാണുന്നത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇഹലോകത്ത് ഒരു പക്ഷേ ബിദ്അത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം സ്വീകരിച്ചാൽ ഒരു പക്ഷേ ഇവിടുന്ന് ആളുകൾ നല്ലത് പറയും. ആളുകൾക്കൊത്ത്, തരത്തിനൊത്ത്, അവസരത്തിനൊത്ത്, ഭൂരിപക്ഷത്തിനൊത്ത്, ജനങ്ങളുടെ ഹിതത്തിനൊത്ത് അത് 23, 33, 48, 68, 90 മസ്നാ തോന്നിയ പോലെ ഒരാൾക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് 100 കരിക്കുക, നാ കൊട്ടക്കണക്കിനായിക്കടോ എന്ന് പറയുന്നൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഏത് ഹോജ പറഞ്ഞാൽ ഇല്ല ഇസ്ലാമിൽ. അത് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണോ, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണോ, മുഹമ്മദ് നബിയെ നിങ്ങൾ ഇത്തിബാഉ ചെയ്യണം. ഇത്തിബാഉർ റസൂലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് 11 നിസ്കരിച്ചു. നബി 11 കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. എങ്കിൽ ഖുർആൻ പറയുന്നത് കേൾക്കണോ, ശൈഖ് ഇബ്നു ബാസ് പറയുന്നത് കേൾക്കണോ? നിങ്ങൾ ചിന്തിക്കുക. അല്ലാമ നാസിറുദ്ദീൻ അൽബാനി, അതുപോലെ തന്നെ MCC അബ്ദുറഹിമാൻ മൗലവി, KM മൗലവി, ഇനി ഏത് മൗലവിമാരാവട്ടെ മുസ്ലിംമാരാവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഉ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഇത്തിബാഉർ റസൂല് അതാണ് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ 31-ാമത്തെ സൂക്ത. എന്താ അതിൽ പറയുന്നത്? നബിയെ, ജനങ്ങളൊക്കെ
അള്ളാഹുവിന്റെ പ്രീതി, സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? റസൂലുള്ളാഹിനെ ശിബറൻ ബിശിബിറിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി മുഹമ്മദ് നബിയെ ഇത്തിബാ ചെയ്യുക. എന്നാലോ യുഹിബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹ് സ്നേഹിക്കാനുള്ള കണ്ടീഷൻ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യാം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും. ഇനി ഈ ആയത്ത് തിരിച്ചൊരർത്ഥം മനസ്സിലാക്ക്. ഈ ആയത്ത് തിരിച്ചൊരർത്ഥം മനസ്സിലാക്ക്. അതെന്താ അർത്ഥം? നീ റസൂലുള്ളാഹിനെ അനുസരിക്കുന്നില്ലെങ്കിൽ, നബിയെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കുകയില്ല, അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തിരില്ല. ഇനി ചിന്തിക്കൂ, അത്ര ഗൗരവപ്പെട്ട വിഷയം. ആ റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകതയും കൂടെ എന്താണ്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പ്രവർത്തിക്കാൻ